ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. ഓൾ ബിക്കോസ് ഓഫ് ഓൾ ദ റീസൺ ബിഹൈൻഡ് ദിസ് ഇറ്റ്സ് ഡോക്യുമെൻറ്റിങ് മെമ്മറീസ്. സോ ഇപ്പോഴത്തെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പോകുന്നത് റാൻഡമായിട്ട് ഉള്ള ഔട്ടിംഗ് ആണ് വിത്ത് മൈ ഫ്രണ്ട്സ്. അത് കുറേ റാൻഡം ക്ലിപ്പായിരിക്കും. അതിന് ഞാൻ സൗണ്ട് കൊടുക്കാൻ ഞാൻ ട്രൈ ചെയ്യും, പക്ഷെ ചിലതിനൊന്നും ഞാൻ സൗണ്ട് കൊടുക്കില്ല. 1 സെക്കൻഡ്. കുറേ കിട്ട സൗണ്ട് കൊടുക്കാൻ ഞാൻ നോക്കും, കുറേയൊന്നും സൗണ്ട് കൊടുക്കില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ എഴുതി കാണിക്കും, ബിക്കോസ് എനിക്ക് മടിയായിരിക്കും. സോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഓഫീസിലത്തൊക്കെ വീഡിയോ ഇടുക എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ഇടില്ല. പക്ഷേ ഞാൻ ഓഫീസിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്. ഞാൻ കുറച്ച് ക്ലിപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓഫീസിലെ, അപ്പോൾ ഞാൻ അതൊക്കെ ഉടനെ ഇടും. ഇത് നമ്മൾ റാൻഡമായിട്ട് ബാംഗ്ലൂരുള്ള കുറച്ച് നമ്മളെ പുറത്തൊക്കെ പോകുന്നതും ഒക്കെ ആയിട്ടാണ്. ഞാനപ്പോൾ ഇന്നിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കാസിൽ പോവാണ്, മടിവാള കാസിൽ റെസ്റ്റോറൻറ്റിൽ. പിന്നെ അവിടെ കുറച്ച് ഷോപ്പിംഗ് സ്പോട്ടൊക്കെ ഉണ്ട് അവിടെ തന്നെ, എൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോവാം. അതിൻ്റെ കുറച്ച് വീഡിയോസും ഷോർട്സൊക്കെ ഞാൻ എടുക്കും. പിന്നെന്താ, എൻ്റെ വേറൊരു ഫ്രണ്ടിന് പേജ് നോക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യും. പിന്നെ അങ്ങനെ റാൻഡമായിട്ട് നമ്മൾ പുറത്ത് പോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ ആഡ് ചെയ്യും ഈ വീഡിയോയ്ക്കകത്ത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ദോസ് വീഡിയോസ്. നമ്മളങ്ങനെ നല്ലതെന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് മന്തിയൊക്കെ കഴിച്ചു. കുറച്ച് റഷായിരുന്നു അവിടെ കഴിക്കാനുള്ള സ്ഥലത്ത്, എന്നാലും നൈസായിരുന്നു. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി നിൽക്കുവാണ്. അവിടെ പോയി പുറത്ത് ഭയങ്കര ക്രൗഡാണ്. ഇത് പ്രോപ്പർ മടിവാളയാണ്. അപ്പോൾ ഇവിടെ ഫുൾ നമ്മൾ മല്ലൂസാണ്. ഇവിടെ നോക്കിയാലും മലയാളികളായിരിക്കും സംസാരിക്കുന്നത്. ഇത് ഹലീമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം കണ്ടില്ലേ, ഇവിടെ ഫുൾ ഇങ്ങനത്തെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ്. നൈറ്റ് ടൈമിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ എന്തൊക്കെയോ അവളടുത്ത് പറയുന്നുണ്ട്. ഇവൾ പോവുകയാണ്. ഇവൾ നമ്മളുടെ കൂടെ അല്ല, ഇവൾ കുറച്ചൊന്ന് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവളെ പറഞ്ഞു വിടാനുള്ള പരിപാടിയിൽ നിൽക്കുക. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി അവൾ പോവുകയാണ്. ബൈ പറഞ്ഞ് അവൾ പോയി. അവൾ പോയതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും ചുമ്മാ അതുവഴി നടക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന ഏകദേശം എല്ലാ റെസ്റ്റോറൻറ്റ്സും ഈ ഒരു ഏരിയയിലാണ്. കണ്ണൂർ കോക്ടെയിലായാലും പിന്നെ സൗദി ഷവായ, അങ്ങനെ കുറേ ഷോപ്പുണ്ട് അവിടെ. എന്നിട്ട് നമ്മൾ ദാഹിച്ചു. അപ്പം ഷീ വാണ്ട് സം ജ്യൂസ്. സോ നമ്മളിവിടെ പോയി ജ്യൂസൊക്കെ കുടിച്ചു. ഒരു ബൈ പറയുകയാണ് എൻ്റെ അടുത്ത്. നമ്മൾ തിരിച്ച് പോവുകയാണ് ഓട്ടോ ബുക്ക് ചെയ്തിട്ട്. ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ മടിവാളെന്ന് ബൈ പറയുകയാണ്. ഇതെനിക്ക് സജിനായും ജെനീസും ഗിഫ്റ്റ് തന്നതാ. സജിന ഇവിടെ ഉണ്ട്, ജെനീസ് ഇവിടെ ഇല്ല. ആമാ, അഭിനയിക്കുന്നത് നാച്ചുറൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. PG ഹണ്ടിങ് ആണ് നമ്മുടെ ഫോർ ഹെർ. ഷൈ ആണ് ഇത്, ഷൈ ആണ്. നമ്മളിങ്ങനെ PG നോക്കിയതിന് ശേഷം കുറച്ചൊന്ന് പുറത്തോട്ടിറങ്ങി. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറാനി ടീ മേടിച്ചു, 2 സമൂസ വാങ്ങി കഴിച്ചു. എന്നിട്ട് കുറച്ച് മുന്നിലോട്ട് പോയപ്പോൾ നമ്മൾ തലശ്ശേരി റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ വേറൊരു ചിന്തയില്ല, അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്തു? പൊതിച്ചോറ് ഓർഡർ ചെയ്തു. വെജ് ആൻഡ് ഫിഷ് പൊതിച്ചോറ്, ഐ ഗസ്. പിന്നെ ചിക്കൻ പൊതിച്ചോറ്. അങ്ങനെ അത് വന്ന്, ഇത് നമ്മുടെ ഓപ്പണിംഗ് ആണ്.
എന്തോ ഒരു പേര് പറയുന്നത് മറന്നു ഗൈസ്. അപ്പോൾ നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്തു. എന്താ പറയുക, ഒരു ആവറേജ് ആയിരുന്നു. ഒരു പ്രത്യേകിച്ചൊരു നമുക്കൊരു ടേസ്റ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ആവറേജ്. അങ്ങനെ ഫുള്ള് റൈസൊന്നും കഴിക്കാൻ പറ്റിയില്ല. കറികൾ കുറച്ച് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീണ്ടും ഒരു ബസ് കയറിയിട്ട് നമ്മൾ വൈറ്റ് ഫീൽഡിലാണ് പോയത്. വൈറ്റ് ഫീൽഡിൽ നമുക്ക് സ്റ്റുഡിയോയിൽ പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ വൈറ്റ് ഫീൽഡ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ട്രാഫിക്കിൻ്റെയും ഒക്കെ സൗണ്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ നടക്കുവാണ്. ഇവർ രണ്ടുപേരും ഭയങ്കര ഷൈ ആണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ പോണേ. അങ്ങനെ നമ്മൾ കുറച്ച് നടന്ന് സ്റ്റുഡിയോയിലോട്ട് പോയി. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത് വീണ്ടും ബീച്ച് നോക്കാൻ പോകണം. ഇവൾക്ക് വേണ്ടിയിട്ട് ഇപ്പം സമയം 4 മണിയായി. പക്ഷെ അതുകൊണ്ട് ഇനി ചിക്കപ്പെട്ട് പോലും നടക്കുമെന്ന് തോന്നുന്നില്ല. ലെറ്റ്സ് സീ. നമ്മളിങ്ങനെ റാപ്പിഡോ ബുക്ക് ചെയ്ത് റാപ്പിഡോ കാത്തോട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ബൈ. മഴ പെയ്ത് തോർന്ന ബാംഗ്ലൂർ ഗൈസ്. നല്ല തണുപ്പുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം. ഇനി നേരത്തെ ഒന്നും ഒരു ഇൻട്രോ എടുത്തിട്ടില്ല, അതുകൊണ്ട് പിന്നെ നിനക്ക് വ്ളോഗിൽ വോയിസ് കൊടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്റെ വോയിസ് തന്നെ ഇടുന്നില്ല. നമ്മളിങ്ങനെ അടുത്ത് വീണ്ടും ഓട്ടോ കയറി PG ഹണ്ടിങ്ങിന് പോവാം ഗൈസ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. നല്ല ഓട്ടോ ചേട്ടനുണ്ടോ, നല്ല ട്രാഫിക് ഉണ്ട് ഗൈസ്. എനിക്ക് നാണം വന്നു ഗൈസ്. നമ്മളങ്ങനെ ഫൈനലി ജെനീസയ്ക്ക് PG കണ്ടെത്തിയിട്ടുണ്ട്. അത് കേട്ട ഉടനെ സജിന് സ്പീഡിന് പോകണുണ്ട്. അതെ, അപ്പോൾ വൈറ്റ് ഫീൽഡിലാണ് നമ്മൾ ജെനീസയ്ക്ക് PG എടുത്തത്. നമ്മളപ്പോൾ ചിക്കപ്പെട്ട് പ്ലാൻ ഉപേക്ഷിച്ചു, കാരണം സമയം അതിക്രമിച്ചത് കൊണ്ട്. അപ്പോൾ നമ്മളിനി അടുത്തൊരു പൊങ്കലിന് അവധിക്ക് നമ്മൾ പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇതാണ് സജിന. ഷീസ് ഫ്രം അമ്പൂരി. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ തൃശ്ശൂർ ഗഡി. ജെനീസ ഹായ് പറയൂ. ഓക്കെ, അപ്പം കുറച്ച് പട്ടികളും നമ്മളെ കാത്തിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് എന്നുള്ളത്. ഇവിടെ നല്ല തണുപ്പുണ്ട്, നല്ല മൂടി ആയിട്ടുണ്ട്. സാധനം മാറ് പട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ആൻഡ് വൺ മോർ കാര്യം, ഞാൻ ഇതിനകത്ത് ഫുൾ കലബിലായിട്ടായിരിക്കും വീഡിയോ ഇട്ടേക്കുന്നത്. പ്ലീസ് എക്സ്ക്യൂസ് മീ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. നമ്മളങ്ങനെ നേരെ വന്നപ്പോഴേക്കും നമ്മുടെ വീണ്ടും തലശ്ശേരി റെസ്റ്റോറൻറ്റിൻ്റെ വേറൊരു ബ്രാൻഡ് ഉണ്ട്. അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് വീണ്ടും ബസ്സിൽ കയറി നമ്മൾ നമ്മുടെ വീടിനടുത്തെത്തി. അങ്ങനെ നമ്മൾ പോവുകയാണ്. നല്ല തണുപ്പാണ്. അതാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് പോകുന്നത്. ഇതൊരു മൂടി ക്ലൈമറ്റ് ആയിട്ടുള്ളൊരു ബാംഗ്ലൂരാണ്. ഒരു ജാൻ ഫെബ്രൊക്കെ നമുക്ക് ഒട്ടും തന്നെ വെയിൽ കാണില്ല. ഈ ഒരു ക്ലൈമറ്റ് ബാംഗ്ലൂർ നല്ല തണുത്ത കാറ്റ്, ഭയങ്കര ക്ലൈമറ്റാണ് പുറത്ത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ടെറസിൽ ജസ്റ്റ് ഒന്ന് വീട്ടിൽ എടുത്തത്. നല്ല ഭംഗി അവിടെ നിന്ന് കാണാനായിട്ടും. ഇതൊക്കെ ചെറി ബ്ലോസം ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ഫുള്ളൊരു മൂടി ക്ലൈമറ്റാണ്.
നോക്കട്ടെ സൈന, തിരിഞ്ഞ് സൈന. കൊള്ളാം കൊള്ളാം കൊള്ളാം, நல்லா இருக்கு, ക്യൂട്ടാ இருக்கு. എന്ത് ഭംഗിയാണെന്നറിയോ ഇതിനൊക്കെ ഫുള്ള് കാണാനായിട്ട്. ഫുൾ ഫ്രൂട്ട്സ് മാർക്കറ്റ് ഉണ്ട്, വെജിറ്റബിൾസിൻ്റെ ഉണ്ട്, പിന്നെ പൂക്കളതുണ്ട്. അങ്ങനെ ഇതിനകത്ത് പോയാൽ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാൻ പറ്റും. അമ്മാതിരി സാധനങ്ങളാണ്. ഹോൾസെയിലിൽ കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും വിലക്കുറവും. ഭയങ്കര ചീപ്പാണ്. എന്ത് വാങ്ങാനായാലും നല്ല ചീപ്പാണ്. പിന്നെ കുറച്ച് ബാർഗെയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഇങ്ങനത്തെ കുപ്പിവളകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഓൺലൈനിലും മറ്റൊക്കെ ഭയങ്കര റേറ്റിന് കാണുന്ന സാധനങ്ങളൊക്കെ അത്ര റേറ്റൊന്നും ഇല്ലാണ്ട് നമുക്കവിടെ കിട്ടും. കണ്ടോ എന്ത് നല്ല ഭംഗിയുള്ള പൂക്കളാന്ന് പറയുമ്പോൾ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ, ഐ ഡോണ്ട് നോ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ടെന്ന് അറിയില്ല. പക്ഷേ വൺസ് ആരെങ്കിലും ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഈ KR മാർക്കറ്റ് വിസിറ്റ് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. നല്ല രസം അത് കാണാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നിങ്ങളൊരു ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്ര ഭംഗിയാണ്. അത്രയ്ക്ക് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് അവിടെ ഉണ്ട്. വാങ്ങാനൊന്നും വേണ്ട, പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. അപ്പോൾ നമ്മൾ ഈ പൂക്കളുടെ മാർക്കറ്റിൽ നിന്ന് കയറുമ്പോൾ അടുത്ത് കാണുന്ന ഈ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെയൊക്കെയാണ്. ഇതൊക്കെ വെച്ചേക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോയും പിന്നെ എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. റേറ്റൊക്കെ കുറവാണ്. പിന്നെ പൊങ്കലായതുകൊണ്ട് ഇവർ കരിമ്പ് ഒരുപാട് നമുക്കവിടെ കാണാൻ പറ്റിയായിരുന്നു. കരിമ്പും പിന്നെ അത് റിലേറ്റഡ് പൂജ, കുറേ സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെ. ഇവിടെ ഇങ്ങനെ നമ്മൾ പണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന മാർക്കറ്റ് മാതിരി സ്റ്റിൽ അവിടെ ഇപ്പോഴും. ദിസ് ഈസ് മെഗ്ന ബിരിയാണീസ് ഹാൻഡ് വാഷ് റൂം. ബെല്ലന്തൂറുള്ളൊരു ഔട്ട്ലെറ്റാണ്. നിയർ ബൈ ബെല്ലന്തൂറുള്ളൊരു ഔട്ട്ലെറ്റാണ്. ഇവിടുത്തെ ഇൻറ്റീരിയർ ടോപ്പ് നോച്ചാണ് ഇൻറ്റീരിയർ. ഞാനത് പുറത്തിറങ്ങാൻ നേരത്ത് കാണിച്ചു തരാം. നമ്മളിന്നിവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ്, ലഞ്ച്. അപ്പോൾ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചു തരാം. അവിടെ ഞാനിതൊക്കെ ഒരു വീഡിയോൻ്റെ പല ഭാഗങ്ങളായിട്ടായിരിക്കും ഇട്ടേക്കുന്നത്. അതല്ലേ നിങ്ങൾ കാണുന്നത്. ഞാൻ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാണ് വന്നേക്കുന്നത്. ബട്ട് സോറി, ഇങ്ങനെ കുഞ്ഞല്ലേ ഞാൻ ഇടുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇത് മെഗ്നേൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. ഫുഡ് ഞാൻ കഴിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മറന്നു. വ്ളോഗ് എടുക്കണമെന്നില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ കൊള്ളാം, ലൈറ്റൊക്കെ കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ്. ഞാൻ ഇവിടുത്തെ ഇൻറ്റീരിയർ കണ്ടിട്ട് ബൈ പറയും മെഗ്നേന്ന്. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്ന വേറെ എന്തെങ്കിലും ചെറിയ ഷോർട്സ് ആയിരിക്കും. ബട്ട് സോറി ഓക്കെ. അപ്പോൾ ബൈ. ഇതാണ് ഇവിടുത്തെ ഔട്ട്ലെറ്റ് ഞാൻ പറഞ്ഞത്. നൈസ് ഇൻറ്റീരിയറൊക്കെയാണ്. ഇവിടെ ഒരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിനി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബില്ല് വാങ്ങാം. ബില്ല് വാങ്ങി പേ ചെയ്യണം. പക്ഷെ ഇവിടെ ഇങ്ങനെ നൈസൊരു സാധനമുണ്ട്, ഉണ്ടോ? ഓക്കെ, അപ്പോൾ അത്രയാണ്. ബൈ ഗൈസ്. ബൈ പറ. വെയിറ്റിംഗ് ഫോർ ബിൽ ഗൈസ്. അഖില, എന്താ അഖിലേക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ? ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം അല്ലേ കഴിക്കണേ? ഇഷ്ടപ്പെട്ടു? ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ. അപ്പോൾ ഇതാണ് ശിവാജി നഗർ മാർക്കറ്റ്. നമ്മുടെ റംസാൻ ടൈമിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് സ്ട്രീറ്റാണ്. നമ്മളിവിടെ അറൗണ്ട് ഒരു 1 o'clock എത്തിയത്. ഭയങ്കര ക്രൗഡായിരുന്നു. എന്നിട്ടും ഇതൊരു ഫുള്ളി നോൺ വെജ് ആണുള്ളത്. നമ്മുടെ കബാബ്, പിന്നെന്താ ഷവർമാസ് ഉണ്ട്, സമൂസ, അങ്ങനെ കുറേ ഐറ്റംസ് ഉള്ളൊരു ഷോപ്പ്. ഒരുപാട് ഹൈജീനൊന്നും പ്രതീക്ഷിക്കേണ്ട. സ്റ്റിൽ നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ബാംഗ്ലൂരുള്ളവരാണെങ്കിൽ യു ക്യാൻ ട്രൈ. കുറച്ച് ഹൈപ്പായിട്ട് തോന്നി, ഓവർ ഹൈപ്പായിട്ട് തോന്നി. സ്റ്റിൽ നമുക്കൊന്ന് വൺസൊക്കെ വന്നിട്ട് നൈറ്റ് വാക്കിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അത്രേ ഉള്ളൂ.
അവിടെയൊക്കെ പോയി കറങ്ങി അടിച്ച്. ചായ ഫ്രം ബാംഗ്ലൂർ ഓൺ 12 o'clock 12 AM. നാട്ടിൽ ഇത് പറ്റില്ല. ഓക്കെ, നോട്ട് എ പോയിന്റ്. വി ആർ ചില്ലിങ് ഇൻ ദ മിഡിൽ ഓഫ് റോഡ്, ഈറ്റിംഗ്, സോറി നോട്ട് ഡ്രിങ്കിങ് ടീ. ബൈ ബൈ. നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിച്ചിട്ട് ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങിയതാണ്. ഇല്ല, ഹായ് പറ. എൻ്റെ വ്ളോഗ് ഒരു 23 പേര് കാണും. എൻ്റെ ലാസ്റ്റ് വ്ളോഗ് ഒരു 23 പേരുണ്ട്. അപ്പം എനിക്കറിയാം ഈ 23 പേര് എന്നെ ജഡ്ജ് ചെയ്യാത്തവരായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കണമല്ലോ അവർ 23 പേരെങ്കിലും കാണുന്നത്. അപ്പം ഇത് ആ ഒരാളാണ്, ഞാൻ ഒരാൾ. അപ്പം പിന്നെ ഇനി 20 പേര് വേറെ, അതിൽ 10 പേര് എൻ്റെ ഫാമിലിയിൽ, 10 പേര് എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. ഫസ്റ്റ് ഞാനാണ് പറഞ്ഞ് ഇതിൽ ഇറങ്ങി തിരിച്ചത്. എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് പറയുന്നത്. പക്ഷെ അവളും പറഞ്ഞു നീ ഇതുവരെ എൻ്റെ വ്ളോഗിൽ വന്നിട്ടില്ലല്ലേ? ഷോർട്സിൽ വന്നിട്ടുണ്ടോ? പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പിൻബലം എന്തൊക്കെയോ പറയുന്നു പാവം. അതെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് ഞാൻ ഓക്കെ, എല്ലാവരും നോക്കുകയാണ് ഗൈസ്. ദിസ് ബെല്ലന്തൂർ. സമയം രാത്രി 12:05 ആയിരിക്കാം, അല്ലെങ്കിൽ 12 മണിയായിരിക്കാം, അറിയില്ല. എന്തായാലും 11:30 കഴിഞ്ഞ്. അപ്പോൾ അത്രയൊക്കെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ. ബൈ ബൈ ബൈ.